സ്റ്റൈലായിട്ട് കൊടുക്കാൻ നമുക്ക് ഒരുപാട് സാരി കോമ്പിനേഷൻസ് പറ്റും. പക്ഷെ അതിനകത്ത് ലിനൻ വരുമ്പോഴത്തേക്ക് നമ്മളെ ഒരു പേഴ്സണാലിറ്റി തന്നെ മൊത്തത്തിലൊന്ന് ഓൾട്ടർ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. കാരണം അതിനകത്ത് ആ ഒരു ഫാബ്രിക്കിൻ്റെ ഫോൾ ആണെങ്കിലും നമ്മളതിനെ എഫേർട്ട്ലെസ് ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു ഈസ് ആണെങ്കിലും ഒക്കെ, പിന്നെ അതിനകത്ത് നമ്മളതിൻ്റെ കൂടെ പെയർ ചെയ്യുന്ന ജ്വല്ലറി, ഇതിൻ്റെ കൂടെ നമുക്ക് ആ ഒരു ഭയങ്കര കാഷ്വൽ ഫീലിൽ തന്നെ വരുന്ന ബീഡഡ് ജ്വല്ലറീസ്, അത് കോൺട്രാസ്റ്റ് ബീഡ്സിലൊക്കെ വരുന്നതൊക്കെയാണെന്നെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ആക്സസറി ആയിട്ട് അവിടെ ഒന്നിച്ചിരി ഒരു ലെങ്ത് ഉള്ള രീതിയിൽ അറ്റ്ലീസ്റ്റ് നമുക്കൊരു ഈ ഒരു പോർഷൻ വരേക്കൊക്കെ ഒരു ലെങ്ത് ഉള്ള ബീഡഡ് ജ്വല്ലറീസ്, ലെയർഡ് ആണെങ്കിലോ അല്ലെങ്കിൽ സിംഗിൾ ലെയർ ആണെങ്കിലും ഒക്കെ ഭയങ്കര രസമായിരിക്കും കേട്ടോ. അൺഈവൻ സ്റ്റോൺസിലൊക്കെ വരുമല്ലോ. അപ്പോൾ അങ്ങനത്തെയുള്ള കോമ്പിനേഷൻസിൻ്റെ കൂടെയൊക്കെ നമുക്ക് നല്ല ടോളായിട്ടുള്ള ലുക്കിൽ വെയർ ചെയ്യാൻ പറ്റുന്ന സാരീസാണ്. ലിനനാണ് അപ്പോൾ ഒരു മീഡിയം വെയിറ്റ് വരുന്ന സാരീസാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സെയിം സ്റ്റൈലിൻ്റെ അതൊരു 3 കളർ കോമ്പിനേഷൻസും കൂടെ ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. 2499 റേഞ്ചിൽ നമുക്കിതിനകത്ത് ഫുള്ളായിട്ട് സ്ട്രൈപ്പ് ഡീറ്റെയിലിങ്, അതൊരു വ്യത്യാസങ്ങളുള്ള സ്ട്രൈപ്സ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് സെയിം പിൻ സ്ട്രൈപ്പ് പോലെയല്ല വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് പിങ്കും ബ്ലൂവിൻ്റെയും കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന ലിനൻ സാരി തിൻ ജെറി ബോർഡർ, സിൽവർ ജെറിയിലാണ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇതാണ് അതിൻ്റെ പല്ലുവിൻ്റെ ലുക്ക് വന്നിരിക്കുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു പാറ്റേൺ തന്നെ ഫുൾ സാരിയിൽ വന്നിട്ടുണ്ട്. സെപ്പറേറ്റ്ലി അറ്റാച്ച്ഡ് ആയിട്ട് വന്നിരിക്കുന്ന പോം ടാസൽസ്, കുഞ്ഞ് ടാസൽ ഡീറ്റെയിലിങ്ങിനകത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു കളർ കോമ്പിനേഷൻ, ബോഡിയിൽ വന്നിരിക്കുന്ന കളർ കോമ്പിനേഷനോട് സിമിലർ ആയിട്ട് ഇതിപ്പോൾ കുറച്ചൊരു ലാവൻഡർ ടോണിലാണ്. ഇതിപ്പോൾ പിങ്കും ബ്ലൂവും വന്നിരിക്കുന്ന സ്ട്രൈപ്പ് ഡീറ്റെയിലിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ട്രാൻസ്പെറൻസിയും നമ്മൾ ഈ പറയുന്ന പോലെ ലിനൻ ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു ലെവലിൻ്റെ അകത്ത് അവിടെ വരുന്നുണ്ട്. പക്ഷെ ഉടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു പോർഷൻ ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമുക്കങ്ങനെ തോന്നുന്നില്ല. ആൻഡ് സിംഗിൾ ലെയറിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ബ്ലൗസൊക്കെ നീറ്റായിട്ട് നമ്മളൊരു പ്രിൻസസ് കട്ടിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നോ ഇഷ്യൂസ്. ഫസ്റ്റ് കോമ്പിനേഷൻ ഇതാണ്. നെക്സ്റ്റ് വന്നിരിക്കുന്ന കോമ്പിനേഷൻ, ഇപ്പം ഇതിൻ്റെ ബേസ് കളറും ശരിക്കും ഒരു ടിൻ്റാണ്. നമ്മുടെ ഈ ഒരു സ്ട്രൈപ്സിൽ വന്നിരിക്കുന്ന ഷെയ്ഡിൻ്റെ ഒരു ടിൻറ്റ് പോലെ വരുന്നുണ്ട്. അപ്പോൾ ബേസ് ഇതിനകത്തൊരു ഗ്രേ ഷെയ്ഡ് പോലെ ആയിരിക്കും. നമുക്കിതിനകത്തൊരു ഗ്രീനിൻ്റെ ടിൻറ്റ് പോലെ നമുക്കവിടെ തോന്നും. അത് ഫോൾഡ് ചെയ്ത് വെച്ചേക്കുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് ആണ് അതിൻ്റെ ലുക്ക്. ബ്ലൗസ് വന്നിരിക്കുന്നത് സോളിഡ് ആയിട്ടാണ്. അപ്പം ഇതിനകത്ത് കുറച്ചും കൂടി ബ്രൈറ്റർ ആയിട്ട്, അപ്പോൾ ഇതിൽ ഇത് വന്നിരിക്കുന്നത് കുറച്ചും കൂടി ബ്രൈറ്റർ പിങ്ക് അല്ലേ, ആ ഷെയ്ഡിലാണ് അപ്പോൾ ഞാൻ ഉടുത്തിരിക്കുന്ന സാരിയുടെ കൂടെ വന്നിരിക്കുന്നത്. ഇത് വന്നിട്ട് നമുക്ക് കുറച്ചും കൂടി ഒരു വയലറ്റിൻ്റെ അവിടെ തോന്നുന്നുണ്ട് നമുക്ക് കാണുമ്പോഴത്തേക്ക്. അതാണ് അതിൻ്റെ സാരിയുടെ ലുക്ക് വരുന്നത്. അപ്പോൾ മൊത്തത്തിലൊരു ഗ്രീൻ ടിൻ്റെ ബേസ് കളറിന് വന്നിട്ടുണ്ട്. DLSൻ്റെ കോഡിലാണ് 226ഉം ഇത് 227ഉം പിന്നെ 228ഉം കൂടെ ആയിട്ടുള്ള, ഇത് 3 കോഡ്സിനകത്തായിട്ടാണ് കേട്ടോ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ഫുൾ സാരിയിൽ സ്ട്രൈപ്പ്, വെയ്റ്റും ഒരു മീഡിയം വെയ്റ്റിൽ വരുന്ന സാരീസാണ്. പ്രിൻറ്റഡ് ബ്ലൗസസിൻ്റെ കൂടെ, നമ്മുടെ ട്രഡീഷണൽ പ്രിൻറ്റഡ് വരുന്ന ബ്ലൗസസിൻ്റെ കൂടെയും നമുക്ക് ഇതിനെ പെയർ ചെയ്യാം. നമുക്ക് ഓൾറെഡി ഇപ്പോൾ നമ്മുടെ കയ്യിൽ മിക്കവാറും ചിലപ്പോൾ ഒരു കലംകാരി ബ്ലൗസ് കാണാം, ഇല്ലാന്നുണ്ടെങ്കിൽ അജ്രക്കിൻ്റെ ഒക്കെ ബ്ലൗസസ് വരത്തില്ലേ. അപ്പം അങ്ങനെയുള്ള കോമ്പിനേഷൻസിൻ്റെ കൂടെ, പക്ഷേ അതൊക്കെ സോഫ്റ്റ് കളേഴ്സിൻ്റെ കൂടെ വേണം എന്നുള്ളതേ ഉള്ളൂ. പിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ എന്താ പറയുക, നോക്കുമ്പോഴത്തേക്കും നമ്മൾ നോക്കി എടുത്താൽ മതി. ബത്തീക്ക് പോലെയുള്ള കോമ്പിനേഷൻസൊക്കെ നമുക്ക് ആക്ച്വലി ഇങ്ങനത്തെ കളേഴ്സിൻ്റെ അകത്തൊക്കെ കുറച്ചും കൂടി കിട്ടാനുള്ള ചാൻസസ് വരുന്നുണ്ട്. ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് ലുക്ക് വരുന്നത്. ബ്ലൂ ആൻഡ് ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന ബ്ലൂ യെല്ലോ ആയിട്ട് വന്നിരിക്കുന്ന ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ മുന്നേ കണ്ടത് കുറച്ചും കൂടി ഒരു സട്ടിൽ അണ്ടർ ടോൺ വരുന്ന ഷെയ്ഡായിരുന്നു. ഇത് ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ടോണാണ്. അപ്പോൾ 3 കളേഴ്സിൻ്റെ അകത്ത് DLS 226 തൊട്ട് 228 വരെയുള്ള കോഡ്സിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. 2499 റേഞ്ചിൽ വന്നിരിക്കുന്ന ലിനൻ സാരി വിത്ത് സിൽവർ ജറി ബോർഡർ. ക്രഷ്ഡ് ഓർഗൻസ 2 ലുക്കാണ് കേട്ടോ ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് രണ്ടിൻ്റെ അതും പാർട്ടി വെയർ ലുക്ക് തന്നെയാണ്. അതിനകത്ത് നെക്ക് ലൈൻ ഡിഫൈൻഡ് ആയിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വി ഹാവ് 1 ലുക്ക് ഫോർ യു. ആൻഡ് ദ നെക്സ്റ്റ് ലുക്കിൻ്റെ അകത്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് നെക്കിനെയൊക്കെ എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ലുക്കാണ്. രണ്ടിൻ്റെയും പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 3199 ആണ്. അപ്പോൾ ക്രഷ്ഡ് ഓർഗൻസൊക്കെ അകത്ത് നമുക്ക് നല്ല കുറേ കളേഴ്സിൻ്റെ അകത്തുമായിട്ടാണ് ഈ ഒരു കളക്ഷൻ കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഫസ്റ്റ് നമുക്ക് ഈ ഒരു നമ്മളുടെ നെക്കിനകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല, എന്ത് ഇഷ്ടമുള്ള നെക്ക് ലൈൻ വേണമെങ്കിലും ചെയ്യാം. അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഈ ഒരു എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് വന്നിരിക്കുന്നത് ഹെം ലൈനിലാണ്. ഇതിൻ്റെ ഒരു സിമിലർ ലുക്കിൽ വന്നിട്ടുള്ള സാരി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഫുൾ നല്ല രസമുള്ള ബീഡ്സിൻ്റെ കൂടെ സീക്വൻസും ആയിട്ടുള്ള ലുക്കാണ് വന്നിരിക്കുന്നത്. അതിനകത്ത് ഈ ഒരു എംബ്രോയിഡറി ഡീറ്റെയിലിൻ്റെ കൂടെ തന്നെ സീക്വൻസ് പാറ്റേൺ ആൻഡ് ഫുൾ ബോഡിയിൽ സ്റ്റിക്കിംഗ് വർക്കാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നതും ഒരു ക്രിസ്പി ജോർജറ്റിൻ്റെ ഒരു
ഫിനിഷിങ്ങിൽ വന്നിട്ടുള്ള മെറ്റീരിയലാണ്. അത് ഡിജിറ്റൽ പ്രിന്റഡ് വിത്ത് സീക്വൻസ് കൂടെ അതിൻ്റെ കൂട്ടത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ. ആൻഡ് സെറ്റൂൺ ബോട്ടാണ് അതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് ലുക്കിൻ്റെ അകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു റൗണ്ട് നെക്ക് പാറ്റേൺ, വലിയ പേൾസ് വെച്ചിട്ട് അതിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ഷുഗർ ബീനിൻ്റെ കൂടെ തന്നെ. ബാക്കി ബോഡി പ്ലെയിൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ദുപ്പട്ടയിൽ നമുക്ക് സ്കാലപ്പ് എഡ്ജും പിന്നെ സീക്വൻസ് സ്റ്റിക്കിംഗ് വർക്കും സെയിം ഷെയ്ഡിൽ തന്നെ വന്നിട്ടുള്ള സറ്റൂൺ ബോട്ടാണ്. അതിൻ്റെ കൂടെ കോമ്പിനേഷൻ ആയിട്ട് പെയർ ചെയ്തിരിക്കുന്നത്. ഇനി എല്ലാത്തിൻ്റെയും കളർ വേരിയൻസ് നമുക്ക് പെട്ടെന്ന് കണ്ടുപോകാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഇതിൻ്റെ ഒരു ഒലിവ് ഷെയ്ഡാണ്. ഫസ്റ്റ് നമ്മൾ ഇതിനകത്ത് ഒരു ഡാർക്ക് വയലറ്റ് ഷെയ്ഡാണ് കണ്ടത്. ഇതിനകത്ത് ഒലിവ് ടോൺ, സോൾട്ടഡ് ഒലിവിൻ്റെ ഫീലാണ്. ഫുൾ പേൾസും കട്ട് ബീഡ്സും ആൻഡ് ഷുഗർ ബീഡ്സ് വെച്ചിട്ടുള്ള ഫ്ലോറൽ ലുക്കും കൂടെ ആയിട്ടുള്ള കോമ്പിനേഷൻ 3199 റേഞ്ചിലാണ് വരുന്നത്. കളർ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കാണാം കേട്ടോ. അതുകൊണ്ട് ടോപ്പിൻ്റെ ലുക്ക് വരുന്നത് സെയിം ഷെയ്ഡ് സറ്റൂൺ ബോട്ടം, ഇച്ചിരി ഡാർക്കറായിട്ടാണ് നിൽക്കുന്നത്. ആൻഡ് ക്രഷ്ഡ് ഓർഗൻസയിൽ തന്നെയാണ് ഇതിൻ്റെ ദുപ്പട്ട ചെയ്തേക്കുന്നത്. ഇത് രണ്ടും സെയിം മെറ്റീരിയലാണ് വന്നിരിക്കുന്നത്. ദിസ് ഇസ് ദി സെക്കൻഡ് ഷെയ്ഡ്. പിന്നെ വന്നിരിക്കുന്നത് ഈ ഒരു പീകോക്ക് ഗ്രീൻ ടോണാണ്. ആൻഡ് ദിസ് ഇസ് ദി ലുക്ക്. നല്ലൊരു രസമുള്ളൊരു ഫീലാണ്. ബോട്ടം ആൻഡ് ദിസ് ഇസ് ദി ദുപ്പട്ട. ക്യാരി ചെയ്യാൻ സുഖമുള്ള ദുപ്പട്ടയാണല്ലോ. നമുക്ക് ഷിഫോണിൻ്റെ അത്ര വെയിറ്റ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഓർഗൻസാണ്, ലൈറ്റ് വെയിറ്റ് എല്ലാം തന്നെയാണ് ഈ ഒരു കാറ്റഗറി വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ, ഭയങ്കര രസമുള്ള കളറാണ്. എന്തെങ്കിലുമൊക്കെ ഒക്കേഷൻ ഇട്ടുകൊണ്ട് പോകുമ്പോഴും യു ക്യാൻ സീ ലൈക്ക് സംബഡി ക്യാരിങ്, നമ്മൾ പെട്ടെന്ന് നോക്കുന്ന ഷെയ്ഡ്. ആൻഡ് ദെൻ വി ഹാവ് ദിസ് വൺ, ഒരു ഡാർക്ക് ടോണാണ്, ബ്ലൂവിൻ്റെ തന്നെ. ആൻഡ് ടർക്കോയിഷിനെക്കാട്ടിലും ടർക്കോയിഷ് ടോണെന്ന് പറയാൻ പറ്റില്ല, അത് കുറച്ചും കൂടി ഗ്രീനിഷ് ആണ് കേട്ടോ. ദിസ് ഇസ് ലൈക്ക് ഡാർക്ക് ബ്ലൂ ടോണിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് ദെൻ വി ഹാവ് എ ബ്യൂട്ടിഫുൾ മോഫ് പിങ്ക് ഷെയ്ഡ് ആണ് ലാസ്റ്റ് കളർ. ഈ ഒരു കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന ലാസ്റ്റ് കളർ. പിന്നെ അതിനകത്ത് സ്ലീവ്സിലും വർക്ക് വരുന്നുണ്ട്, ഞാനത് പറയാൻ വിട്ടുപോയി. നമുക്കതിൻ്റെ ഒരു പ്ലേസ്മെൻ്റ് ആയിട്ട് സ്ലീവിലുള്ള വർക്കും കൂടി ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. 2 ലൈൻ വർക്കാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ഡയറക്ഷനാണ്. അപ്പോൾ ഷോർട്ടർ സ്ലീവ് ആണ് പറ്റുക. നമുക്ക് അത് നമ്മളുടെ ഷോർട്ട് ആവില്ല, എന്നാലും നമ്മൾ അതിൻ്റെ ലെങ്ത് നമ്മൾ ജസ്റ്റ് നമ്മളുടെ മെഷർമെൻറ്റ്, ഷോൾഡറിൻ്റെ ഒക്കെ മെഷർമെൻറ്റ് വെച്ചിട്ട് നോക്കി എടുക്കേണ്ടി വരും കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ പാച്ച് ചെയ്യാം, കുഴപ്പമില്ല. ഈ ഒരു പോർഷനിലോട്ട് പാച്ച് ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇഷ്ടമുള്ള ലെങ്തിലോട്ട് ചെയ്തെടുക്കാൻ പറ്റും. സോ ദിസ് ഇസ് ദി ലുക്ക് ആൻഡ് ദിസ് ഇസ് ദി ദുപ്പട്ട. സെയിം മെറ്റീരിയൽ തന്നെയാണ് ഇതിനകത്ത് ടോപ്പും ദുപ്പട്ടയും വന്നിരിക്കുന്ന ക്രഷ്ഡ് ആയിട്ടുള്ള ഓർഗൻസ. ആൻഡ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഈ ഒരു സെക്കൻഡ് ഡിസൈനാണ്. അപ്പോൾ അതിനകത്ത് ലൈറ്റ്, കുറച്ചും കൂടി ലൈറ്റ് ഷെയ്ഡ്സിലാണ് വന്നിരിക്കുന്നത്. ദിസ് ഇസ് ദി ബോട്ടം ആൻഡ് ദിസ് ഇസ് ദി ടോപ്പ്. ഇപ്പോൾ ഇത് നമുക്ക് വേറെ എവിടെയെങ്കിലും പാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം, പക്ഷെ ഇങ്ങനെ ഇടുന്നതിനായിരിക്കും ഭംഗി. പിന്നെ നമുക്കത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ടോപ്പ് ആൻഡ് ദിസ് ഇസ് ദി ദുപ്പട്ട. ദുപ്പട്ട ഡാർക്ക് ടോണിലാണ്, ആ പ്രിൻറ്റും കൂടി വരുമ്പോഴത്തേക്ക് ഡാർക്ക് ടോണിലാണ് വന്നിരിക്കുന്നത്. ഇത് ക്രിസ്പി ജോർജറ്റിൻ്റെ ഒരു ഫിനിഷിങ്ങിലാണ് ഇതിൻ്റെ വരുന്നത്, ദുപ്പട്ട വന്നിരിക്കുന്നത്. വെരി ഈസി ടു ക്യാരി ആണ് കേട്ടോ, തീരെ എഫേർട്ടില്ല. 3199 റേഞ്ചിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇത് FBP 296 ആണ്. നമ്മൾ ആദ്യം കണ്ട ഡിസൈൻ 288 ആയിരുന്നു. ആ വാസ് എ ബ്ലൂ ടോൺ. ഫസ്റ്റ് നമ്മൾ ലൈലാക്ക് കണ്ടു, ഇതൊരു ടീൽ ബ്ലൂവിൻ്റെ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. പിന്നെ ഒരു ഷാംപെയിൻ ടോൺ വന്നിട്ടുണ്ട്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ കളർ. ആൻഡ് ദിസ് ഇസ് ദി ദുപ്പട്ട. സെയിം ഡിസൈൻ ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ പിന്നെ ഓപ്പൺ ചെയ്ത് കാണിക്കാത്തത്. ആൻഡ് ദെൻ വി ഹാവ് ഈ 2 ടോണിൽ സ്ലൈറ്റ് വേരിയേഷൻ വരുന്നുണ്ട്. ഇത് കുറച്ചും കൂടി ഒന്ന് ലാവൻഡർ ഷെയ്ഡാണ്. ദാറ്റ്സ് മോർ ലൈക്ക് എൻ ഒനിയൻ പിങ്ക് ടോൺ. ദിസ് ഇസ് ദി ബോട്ടം
ജസ്റ്റ് ആ ഒരു വർക്ക് കാണാൻ വേണ്ടി തിരിച്ചു പിടിച്ചാണ് കേട്ടോ. ദുപ്പട്ട അതിൻ്റെ ഫുൾ ലുക്ക്. ആൻഡ് ദെൻ ഫൈനലി വി ഹാവ് എ സോഫ്റ്റ് ഒരു ഗ്രീൻ ഷെയ്ഡാണ്, ഒരു മിൻറ്റ് ഗ്രീൻ്റെ ഒരു ടോണിലോട്ട് പോയിട്ടുണ്ട്. ദിസ് ഇസ് ദി ടോപ്പ്, ബ്യൂട്ടിഫുൾ കളേഴ്സ്, ആൻഡ് ദിസ് ഇസ് ദി ദുപ്പട്ട. ഇത് ആദ്യം പ്രാവശ്യം ഓപ്പൺ ചെയ്യുമ്പോൾ ഒന്ന് സ്റ്റിക്കിങ് ഫീലിംഗ് വരും, അത് പിന്നെ പൊക്കോളും. സ്റ്റിക്കിംഗ് വർക്കാണ് ദുപ്പട്ടയിൽ ചെയ്തേക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. ദിസ് ഇസ് ദി ലുക്ക്. നല്ല ഒരു പാർട്ടി വെയർ ലുക്ക് ആൻഡ് 3199 റേഞ്ചിലാണ് റെഡി ടു ഡിസ്പാച്ച്. ചന്തേരി സൽവാർ സെറ്റ്സ് ആണ് കേട്ടോ ഞാൻ ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. എല്ലാം നല്ല പേസ്റ്റൽ കളേഴ്സിൻ്റെ അകത്താണ്. 2 ഡിഫറെൻറ്റ് ലുക്ക് ഞാനിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ലിമിറ്റഡ് സ്റ്റോക്ക് റെഡി ടു ഡിസ്പാച്ച് ആയിട്ട് അവൈലബിൾ ആക്കിയിരിക്കുന്ന ഒരു കളക്ഷൻ ആണ് കേട്ടോ. 1999 റേഞ്ചിൽ വന്നിരിക്കുന്ന 2 സെറ്റ്സാണ്. രണ്ടും സെയിം പ്രൈസ് റേഞ്ചാണ്. അപ്പോൾ രണ്ടും 2 ഡിഫറെൻറ്റ് ലുക്കാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ആ ഒരു കുറച്ച് ബ്ലിങ് ഒക്കെ ഇഷ്ടമാണ്. ഹാൻഡ് എംബ്രോയിഡറിയിൽ നമുക്ക് ഇതേപോലത്തെ ഒരു രണ്ടും ഒക്കേഷണൽ വെയർ തന്നെയാണ്. പക്ഷേ ഈ ഒരു ലുക്കിന് കുറച്ചും കൂടി ഒരു എന്താ പറയുക, നമുക്കൊരു പാർട്ടി ഫീല് വരുന്നതാണ് ബീഡിങ് അവിടെ കൂടുതലായിട്ട് വരുമ്പോൾ. അതിൻ്റെ നെക്ക് ലൈനൊക്കെ നല്ല ഭംഗിയായിട്ടാണ് ചെയ്തേക്കുന്നത്. ത്രെഡ് വർക്കിൻ്റെ അകത്ത് ലോങ് ഹാർട്ടി സ്റ്റിച്ചിൻ്റെ ഒരു ലുക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. സെൻറ്റർ പോർഷനിൽ മാത്രം അതിങ്ങനെ ഒരു നല്ല ഭംഗിയായിട്ടൊന്ന് ഹൈലൈറ്റഡ് ആവുന്ന രീതിയിൽ വന്നേക്കാണ്. ആൻഡ് ബാക്കി ഫുള്ള് സെൽഫ് കളറിൽ തന്നെ വന്നിരിക്കുന്ന എംബ്രോയിഡറി ഡീറ്റെയിലിംഗ്, ഷുഗർ ബീഡ്സിൻ്റെയും കട്ട് ബീഡ്സിൻ്റെ ഒക്കെ ഡീറ്റെയിലിംഗ് ആണ്. സ്റ്റിക്കിംഗ് വർക്കും കുറച്ചൊരു സീക്വൻസ് അവിടെ കുറച്ചൊരു ഷിമർ കൂട്ടാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് തുറന്ന് കാണാം. 1999 ഇത് SBP 297 ആണ്. പിന്നെ വന്നിരിക്കുന്ന ഒരു ലുക്ക് എന്ന് പറയുമ്പോൾ ഫുൾ ത്രെഡ് വർക്കാണ്. നമ്മുടെ കൊൽക്കട്ടയുടെ ഒരു ക്ലാസിക് ലുക്കിൽ വന്നിട്ടുള്ള ത്രെഡ് വർക്കാണ്. അതിനകത്ത് ഓർഗൻസ് ആണ് കേട്ടോ ദുപ്പട്ടയായിട്ട് പെയർ ചെയ്തിരിക്കുന്നത്. നമുക്ക് എല്ലാം ഓപ്പൺ ചെയ്ത് കാണാം. നെക്സ്റ്റ് വന്നിരിക്കുന്നതിൻ്റെ അകത്ത് നമുക്ക് ഈ ഒരു ലോങ് ലുക്കിൽ വന്നിട്ടുള്ള യോഗ് പാറ്റേൺ ആണ്. സെൽഫ് കളറിൻ്റെ തന്നെ ഷെയ്ഡഡ് ആയിട്ട് വന്നിരിക്കുന്ന യാൺസ് യൂസ് ചെയ്ത് വന്നിരിക്കുന്ന വർക്കാണ്. ആ സെയിം കളർ ടോൺ തന്നെയാണ്. പാലറ്റൊക്കെ ലൈറ്റർ ആൻഡ് ഡാർക്കിൻ്റെ അകത്ത് വന്നിരിക്കുകയാണ്. ഇത് SBP 292 എന്ന കോഡിലാണ് കേട്ടോ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. നമുക്ക് ഓരോന്നായിട്ടൊന്ന് ഓപ്പൺ ചെയ്ത് കാണാം. ഫസ്റ്റ് നമുക്ക് ആ ഒരു ബീഡഡ് ലുക്കിംഗ് വരുന്നത് എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം കേട്ടോ. ദിസ് ഇസ് ദി ഫസ്റ്റ് ലുക്ക്. അപ്പോൾ ഇതിനകത്ത് ഫുള്ളായിട്ട് നമുക്ക് ആ ഒരു ഷിമർ ഫീല് കൊടുത്ത് ചെയ്തേക്കുവാണ്. സ്ലീവിലുമൊക്കെ വർക്ക് വന്നിട്ടുണ്ട്, നമുക്ക് കാണാം. ഇതാണ് അതിൻ്റെ ടോപ്പ്. അപ്പോൾ ടോപ്പ് ഫുള്ളായിട്ട് ആ ഒരു സീക്വൻസിൻ്റെ സ്റ്റിക്കിംഗ് വർക്ക് വന്നിട്ടുണ്ട്. ആൻഡ് സ്ലീവിന് വേണ്ടിയിട്ട് 1 ലൈൻ ഷുഗർ ബീഡ് വർക്കിൻ്റെ കൂടെ തന്നെ ഈ ഒരു സ്റ്റിക്കിംഗ് ഡീറ്റെയിൽ വന്നിട്ടുണ്ട്. ബാക്ക് സോളിഡ് ആയിട്ട് ചന്തേരി ഫിനിഷിൽ വന്നിരിക്കുന്ന ടോപ്പാണ് അതിൻ്റെ അകത്ത് വരുന്നത്. ആൻഡ് ഇതിൻ്റെ സെറ്റൂൺ ബോട്ടമാണ് അതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. ദുപ്പട്ട സെമി ഓർഗൻസൊക്കെ അകത്ത് ഫുള്ള് സ്റ്റിക്കിംഗ് വർക്ക് വന്നേക്കുവാണ് സീക്വൻസിൻ്റെ തന്നെ. 1999 റേഞ്ചിൽ ഒരു പാർട്ടി വെയർ ലുക്ക്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ കളർ, ഭയങ്കര രസമുള്ള ഒരു കളറായിട്ട് കഴിയുമ്പോഴത്തേക്ക്. ആൻഡ് ആ ഒരു ടീൽ ഗ്രീനിൻ്റെ ഒരു ഡാർക്ക് അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് എ പേസ്റ്റൽ ഷെയ്ഡ്, പക്ഷേ അതിനൊരു ഡെപ്ത് ഉള്ള ഒരു കളറാണ് കേട്ടോ. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ കളർ ടോൺ. ആൻഡ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു പിങ്ക് പീച്ച് ടോണിലാണ് വന്നിരിക്കുന്നത്. സെറ്റൂൺ ബോട്ടം. അതൊരു കുറച്ചൊരു സ്റ്റിഫ്നെസ് ഉള്ള സെറ്റൂണാണ് കേട്ടോ. ഇത് 1 ടൈം ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കൊരു ചെറിയൊരു സ്റ്റിക്കിങ് ഫീൽ ചെയ്യും. അത് പക്ഷേ നമുക്കൊരു നമ്മൾ ഒന്ന് യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് മാറും കേട്ടോ. ഞാനത് ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യുന്നില്ല. ഇറ്റ്സ് എ സെയിം വർക്ക്. സോ ഓർഗൻസ ദുപ്പട്ട ചന്തേരി ഫിനിഷിൻ്റെ അകത്ത് ഒരു ചെറിയൊരു സ്ലബ് ഡീറ്റെയിലിങ്ങും കൂടി ഇട്ട് ഉള്ള ഒരു ഫാബ്രിക്കാണ് കേട്ടോ. ഇതിനകത്ത് ലൈറ്റ് സ്ലബ്സ് വന്നിരിക്കുന്ന ചന്തേരി ഫാബ്രിക്കാണ് എൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. അതും ത്രെഡ് വർക്ക് നമുക്ക് നന്നായിട്ട് എടുത്ത് നിൽക്കുന്നുണ്ട് അതിൻ്റെ അകത്ത്. ആ ഒരു ലൈൻ, ആ ഒരു വർക്ക് നല്ല ഭംഗിയായിട്ട് അത് ഡിസൈൻ ചെയ്തേക്കുന്നത്. പിങ്ക് പീച്ച് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് ദെൻ വി ഹാവ് ബ്ലൂഷ്, ഒരു ബ്ലൂഷ് ഗ്രേ ടോണിലാണ് വന്നിരിക്കുന്നത്. ദിസ് ഇസ് ദി ടോപ്പ് ആൻഡ് ദുപ്പട്ട വിത്ത് ബോട്ടം. സെയിം ഒരു കുറച്ച് ഇതിൽ ഒരു സീക്വൻസിനകത്ത് രണ്ടിനും കൂടി ചെറിയൊരു വേരിയേഷൻ വരുന്നുണ്ട്. ഇത് കുറച്ചും കൂടി ഒരു സെയിം കളർ, ഇത് കുറച്ചൊരു ഗൺമെറ്റൽ പോലത്തെ ഉള്ള ഒരു ഷെയ്ഡിലാണ് ദുപ്പട്ടയിൽ സീക്വൻസ് വർക്ക് ചെയ്തേക്കുന്നത്. ആൻഡ് ഇതെല്ലാം ഹാൻഡ് വർക്ക് തന്നെയാണ് കേട്ടോ. നമുക്ക് അതിൻ്റെ അകത്ത് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ പറ്റും. ഹാൻഡ് ആയിട്ടുള്ള എംബ്രോയിഡറി ആണ് ചെയ്തേക്കുന്നത്.
ദിസ് ഇസ് എ പേസ്റ്റൽ പിസ്ത ഗ്രീൻ. ആ ഒരു ത്രെഡ് വർക്കിൻ്റെ അവിടെ അഗൈൻ ഇറ്റ്സ് ലുക്കിംഗ് ക്വൈറ്റ് നൈസ്. ഇറ്റ്സ് റിയലി നൈസ്. ആൻഡ് ബോട്ടം വിത്ത് ദുപ്പട്ട. ആണ് എൻ്റെ ലുക്ക് വരുന്നത്. പിസ്ത ഗ്രീനിൻ്റെ ഒരു പേസ്റ്റൽ ഷെയ്ഡ്. ആൻഡ് ദെൻ വി ഹാവ് എ ലൈലാക്ക് ടോൺ. ലൈലാക്കിനെക്കാട്ടിലേക്ക് ഒന്ന് ലാവൻഡർ ഷെയ്ഡിലോട്ടാണ് പോയേക്കുന്നത്. കുറച്ചും കൂടി ഡെപ്ത്. ലൈലാക്ക് എന്ന് പറയുമ്പോൾ കുറച്ചൊരു ലൈറ്റസ്റ്റ് ടോൺ ആയിട്ടാണ് നമുക്ക് വരിക. ഇതാണ് അതിൻ്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത്. ആൻഡ് നെക്സ്റ്റ് ഡിസൈനിലോട്ട് പോവാം. ഫസ്റ്റ് നമുക്ക് ആ ഒരു പീച്ച് ഷെയ്ഡ് തന്നെ കാണാം കേട്ടോ. ഇതിൻ്റെ അകത്ത് PV ബോട്ടമാണ് പെയർ ചെയ്തിരിക്കുന്നത്. ഓർഗൻസ ദുപ്പട്ട, സെമി ഓർഗൻസയിലാണ് കേട്ടോ വരിക. ഇത് ഫുള്ള് ആ ഒരു ത്രെഡ് വർക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. സ്കാറ്റേർഡ് ആയിട്ട് ത്രെഡ് വർക്ക് ബോഡിയിൽ വരുന്നുണ്ട്. യു ബി ഏബിൾ ടു സീ ലൈറ്റ് പെൻസിൽ മാർക്സ് പോലത്തെ. അത് ആക്ച്വലി ഒരു പൗഡേർഡ് ആയിട്ടുള്ള നമ്മൾ ഇതിനകത്ത് സ്റ്റെൻസിൽ ചെയ്തെടുക്കുന്നതിൻ്റെ പാടുകളാണ്. അത് ഹാൻഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അതൊരു 1 or 2 ഒരു ഡ്രൈ ക്ലീൻ സൈക്കിൾ കഴിയുമ്പോൾ തന്നെ അതങ്ങ് പോവും കേട്ടോ. ഇതെല്ലാം ഹാൻഡ് വർക്കാണ്. സോ പ്രിഫറബ്ലി ഡ്രൈ ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യുന്നത് തന്നെയാണ് ബെസ്റ്റ് ഓപ്ഷൻ. ആൻഡ് ദിസ് ഇസ് ദി സ്ലീവ് പോർഷൻ. അപ്പോൾ സ്ലീവ് നമുക്ക് 2 പോർഷൻസിലായിട്ടാണ് കൊടുത്തേക്കുന്നത്, ബാക്കിലും ഫ്രണ്ടിലും ആയിട്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത്ര ലെങ്ത് കൊടുത്തതിനകത്ത് ഫിനിഷ് ചെയ്തെടുക്കാം. പിന്നെ നമ്മളുടെ മെഷർമെൻറ്റ്സ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ബാക്കി അതിനകത്ത് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതിൻ്റെ ഇത്. ദിസ് ഇസ് ദി ദുപ്പട്ട. ഇത് ഫോൾഡ് ചെയ്ത് വെക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ഭയങ്കര പിങ്കിഷ് ടോൺ വരുന്നുണ്ട്. 1 ലെയറിൽ ഇടുമ്പോഴത്തേക്ക് ആ ഒരു ഷെയ്ഡിനോട് ക്ലോസർ ആയിട്ടുള്ള ഒരു ടോണിൽ നിൽക്കും കേട്ടോ. അപ്പോൾ ദുപ്പട്ടയിലും നമുക്ക് ഇതിനകത്ത് സ്കാറ്റേർഡ് ആയിട്ടുള്ള ഹാൻഡ് എംബ്രോയിഡറി വരുന്നുണ്ട്. ഒരു ലൈറ്റ് സ്കാറ്റർ ആവാൻ നിൽക്കുന്നത്. ആൻഡ് വിത്ത് സ്കാലപ്പ് എഡ്ജിങ് ഫിനിഷിങ് ആവാൻ നിൽക്കുന്നത്. മുന്നേ കണ്ട സെറ്റിൻ്റെ അകത്തൊക്കെ നമുക്ക് ഫ്ലാറ്റ് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് ടൈലേർഡ് ഫിനിഷിങ്ങിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് ദെൻ ദിസ് ഇസ് എ ബ്യൂട്ടിഫുൾ ഷെയ്ഡ് ഓഫ് പിങ്ക്. നല്ലൊരു ഡബിൾ ടോൺ അവിടെ ഫീൽ ചെയ്യുന്ന രീതിയിലാണ് അത് വന്നിരിക്കുന്നത്. ദിസ് ഇസ് ദി ടോപ്പ് ആൻഡ് ദിസ് ഇസ് ദി ദുപ്പട്ട. ഇതിൻ്റെ കളേഴ്സൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ. എല്ലാ കളേഴ്സും ഒരു ഇറ്റ്സ് ഓൾ പിങ്ക്, ടീൽ ആൻഡ് ഓൾ. പക്ഷേ കളേഴ്സ് ആർ പ്രിറ്റി ഷെയ്ഡ്സ്. നല്ല ഭംഗിയുള്ള കളേഴ്സാണ്. ദിസ് ഇസ് ദി പിങ്ക് ഷെയ്ഡ്. ആൻഡ് ദെൻ വി ഹാവ് ഒരു ബ്യൂട്ടിഫുൾ ടീൽ ടോണിലാണ്, ടീൽ ഗ്രീനിഷ് ടോണിലാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ വർക്ക് നല്ല ഡാർക്ക് ടോണിലാണ് വരുന്നത്. ടെർക്കോയിഷ്, ഡാർക്ക് പീകോക്ക് അങ്ങനത്തെ ടോൺസാണ് കൊടുത്തേക്കുന്നത്. ലുക്സ് റിയലി പ്രിറ്റി. മറ്റേത് കുറച്ചും കൂടി ഒരു സട്ടിലായിരുന്നു മുന്നേ കണ്ടതൊക്കെ. ഇത് ഡാർക്ക് ടോണിൽ നിൽക്കുന്നത്. ഇതാണ് എൻ്റെ ദുപ്പട്ടയുടെ ലുക്ക് വരുന്നത്. ദിസ് ഇസ് ദി കോമ്പിനേഷൻ. ആൻഡ് ദെൻ വി ഹാവ് എ ബ്യൂട്ടിഫുൾ ഒനിയൻ പിങ്ക് ടോണാണ് ഇതിനകത്ത്. യെസ്, ഇത് നമുക്ക് ക്ലോസർ ലൈലാക്കാണ്. നല്ലൊരു ഒനിയൻ പിങ്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ലൈറ്റ് ടോൺ ഓഫ് ഒനിയൻ പിങ്ക്. ദിസ് ഇസ് ദി ദുപ്പട്ട ആൻഡ് ദിസ് ഇസ് ദി ബോട്ടം. PV ബോട്ടമാണ് പെയർ ചെയ്തിരിക്കുന്നത്. ഞാൻ ഫുള്ള് സെയിം വർക്ക് ആയതുകൊണ്ടാണ് പിന്നെ തുറന്ന് കാണിക്കാത്തത്. ബട്ട് യു നീഡ് ടു ഗെറ്റ് എൻ ഐഡിയ ഓഫ് ദി കളർ, റൈറ്റ്? ദിസ് ഇസ് എ ബ്യൂട്ടിഫുൾ ഷെയ്ഡ് ഓഫ് ഗ്രീൻ. നല്ല ഭംഗിയുള്ള ഒരു ലൈറ്റ് ഗ്രീൻ ടോണാണ്. ആൻഡ് ദിസ് ഇസ് ദി വർക്ക്. നല്ല രസമുള്ളൊരു വർക്ക് ഡീറ്റെയിലിംഗുമാണ് ചെയ്തിരിക്കുന്നത്. ദുപ്പട്ട ആൻഡ് ദിസ് ഇസ് ദി ബോട്ടം. അപ്പം കുറച്ച് നല്ല കളേഴ്സിൽ വന്നിട്ടുള്ള 2 ഡിഫറെൻറ്റ് ലുക്സ്. ത്രെഡ് വർക്കാണ് ഒന്നിൻ്റെ അകത്ത് ഫുള്ള് വരുന്നത്. ഒന്ന് ഫുള്ള് ബീഡഡ് വർക്കിൻ്റെ അകത്ത് ഡിഫൈൻഡ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു വി നെക്ക് ലൈനിൽ വരുന്ന ലുക്കും കൂടെ. 2 999 റേഞ്ചിലാണ് വരുന്നത്. ചെക്ക് ഇറ്റ് ഔട്ട്. www.aham.store SBP 292 and 297.